വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീവിസ് ആണ് മക്കളെ. നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് എപ്പോഴും നമ്മളോട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കാണുന്ന രണ്ട് ഡിസ്കോഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, സോ എന്റെ പേര് അഭിരാമി എന്നാണ്. ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പഠിപ്പിച്ച രാമനീറ്റ മിസ് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. സോ മിസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയില് തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. അപ്പൊ ബേസിക്കലി നമ്മളോട് ഏതൊരു ചാപ്റ്റർ ആയിക്കോട്ടെ, നമ്മൾ കുറേയധികം ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സ് ആണ് ഈ തോട്ട്സും അതുപോലെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തോട്ട്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ക്യാരക്ടറിന്റെ തോട്ട്സ് ആണോ നമ്മളോട് എഴുതാൻ പറയുന്നത് ആ ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആ ക്യാരക്ടർ ഏതൊരു സിറ്റുവേഷനിലാണോ നമ്മളോട്, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലുള്ള തോട്ട്സ് ആണോ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് സിമ്പിൾ ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആ ക്യാരക്ടർ ആയിട്ട് അങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളാണ് ആ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക. ഈ കാര്യങ്ങൾ നമ്മൾ വേഗം നമ്മളെ തന്നെ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. സോ നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് മാറുക, എന്നിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ട്രൂ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക തോട്ട്സ് എഴുതുമ്പോൾ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ. അതായത് ഞാൻ ആ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ചിന്തകൾ എപ്പോഴും ഞാൻ, എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേടാ. അപ്പൊ ഐ മീ പോലെയുള്ള വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നമ്മൾ എന്ത് എഴുതാൻ, നമ്മുടെ തോട്ട്സ് എപ്പോഴും എഴുതാൻ. മാത്രമല്ല ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് അറിയണം. ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ചാപ്റ്റർ വായിക്കണം. ആ ചാപ്റ്ററിലെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊരു സിറ്റുവേഷനിലാണ് എന്ന് ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അറിയണം. മാത്രമല്ല സ്റ്റോറിയിലുള്ള ഇവന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് വേണം, എന്തെങ്കിലുമൊക്കെ ചിന്തകൾ എഴുതി വെക്കാണ്ട് സ്റ്റോറിയിലുള്ള ഇവന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് വേണം നമുക്ക് എന്ത് എഴുതാൻ, തോട്ട്സ് എഴുതാൻ. അപ്പൊ തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം, അതുപോലെ തന്നെ ക്യാരക്ടറിന്റെ ട്രൂ ഫീലിങ്സ് വേണം. പിന്നെ തോട്ട്സ് ആണ്, ചിന്തകളാണ് അല്ലെ. അപ്പൊ നമുക്ക് ബ്രോക്കൺ ലൈൻസ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കൺ വേർഡ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ബ്രോക്കൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓ മൈ ഗോഡ്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ബ്രോക്കൺ വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ പറ്റും. സോ നമ്മുടെ ഫീലിങ്സും അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓണസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് സെറ്റ്. അപ്പൊ തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഇവന്റിനെ വെച്ചിട്ടായിരിക്കും ന്യൂസ് പേപ്പർ എഴുതാൻ പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചാപ്റ്ററിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യം ന്യൂസ് പേപ്പറിലെ പത്രത്തിൽ വരുന്നു. അപ്പൊ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മളോട് ചോദിക്കുക. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും എപ്പോഴും അതിനൊരു ഹെഡിങ് വേണം. ആ ഹെഡിങ് വായിക്കുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ന്യൂസ് എന്നൊരു ഐഡിയ കിട്ടണം. മാത്രമല്ല ക്യൂരിയോസിറ്റിയും കൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഹെഡിങ് ആയിരിക്കണം. ഓക്കെ, ഒരു ഉദാഹരണം ഒരു ന്യൂസ് പറയാണ്, കാക്കക്കൂട്ടിൽ കുയില് മുട്ടയിട്ടു. അത് ന്യൂസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ക്രൗ ആൻഡ് ദ കുക്കു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ആ ഹെഡിങ് വായിക്കുമ്പോൾ ഇതായിട്ട് കണക്ട് ചെയ്ത് എന്തോ ആണെന്ന് ഹെഡിങ്ങിൽ തോന്നണം, അതുപോലെ താഴേക്ക് വായിക്കാനും തോന്നണം. ഓക്കെ, അപ്പൊ ഹെഡിങ് നമ്മൾ എന്തായാലും ന്യൂസ് പേപ്പറിൽ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പ്ലേസും ഡേറ്റും വേണം. ഓക്കെ, പ്ലേസും ഡേറ്റും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ന്യൂസ് നടക്കുന്നത്, കാര്യങ്ങൾ നടക്കുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്ലേസ് മെൻഷൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഉള്ള പാരഗ്രാഫിലായിരിക്കണം ഹെഡിങ്ങും കൊടുത്തു, അതുപോലെ തന്നെ പ്ലേസും കൊടുത്തു. ഇനി പിന്നീടുള്ള പാരഗ്രാഫിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്താണ് ഈ ഒരു ന്യൂസ് എന്നുള്ളത് അടുത്ത പാരഗ്രാഫിൽ കൊടുക്കാം. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ന്യൂസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഹൂ, വെൻ, വൈ, വാട്ട്, വെയർ, ഹൗ എന്നെങ്കിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിരിക്കണം നമ്മൾ ഈ കൊടുക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആ ഒരു ന്യൂസിൽ ഉണ്ടാവണം ഫസ്റ്റ് പാരഗ്രാഫിൽ. പിന്നെ കുറച്ച് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് താഴത്തെ പാരഗ്രാഫിൽ കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി. ശ്രദ്ധിക്കുക, ഒരു പ്രോപ്പർ ഹെഡിങ് വേണം, അതിനുശേഷം പ്ലേസ് കൊടുക്കണം. പിന്നെ കാര്യങ്ങൾ എന്താണോ ന്യൂസ് അത് നമ്മളൊരു പാരഗ്രാഫിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും സെറ്റായി. അപ്പൊ ആ തോട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സോ ഇംഗ്ലീഷിൽ ഏതൊരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്
ഏതൊരു ക്യാരക്ടറിന്റെ തോട്ട്സ് ചോദിച്ചാലും ഏതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാലും അടിപൊളി പെർഫെക്റ്റ് ഓക്കി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ പെർഫെക്റ്റ് ഓക്കി എന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.